discussing the two most important characters in the chapter Castaway. Castaway നിങ്ങൾക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നീൽകണ്ഠ ആൻഡ് കിരൺ അല്ലേ. സോ ഈ രണ്ട് പേരെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യു നോ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് യു ഹാവ് ടു റൈറ്റ് ഏത് ചാപ്റ്ററിൽ നിന്ന്, ആര് എഴുതിയ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്യാരക്ടർ എടുത്തിട്ടുള്ളത്, അതേപോലെ ഈ ക്യാരക്ടറിന് മറ്റ് ക്യാരക്ടേഴ്സ് ചാപ്റ്ററിലെ മറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇതിന്റെ റിലേഷൻഷിപ്പ് എന്താണ്, അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, പേഴ്സണാലിറ്റി, മാനേഴ്സ്, ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ, ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് ഞാൻ ക്യാരക്ടർ സ്കെച്ച് പഠിപ്പിക്കാൻ പോകുന്നത് വളരെ കുറച്ച് പോയിന്റ്സിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് പാരഗ്രാഫ് തിരിച്ചിട്ട് നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. അല്ലാതെ ഒരിക്കലും നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് യു ഷുഡ് നോട്ട് റൈറ്റ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ സോ ലിസൺ. കിരൺ. So who is Kiran? Kiran, an important role in The Castaway by Rabindranath Tagore. Rabindranath Tagore കാസ്റ്റവേയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കിരൺ എന്ന് പറയുന്ന ആള് അല്ലേ. ഷീ ഈസ് എ കൈൻഡ് ആൻഡ് കെയറിംഗ് വുമൻ. ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള കെയറിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് കിരൺ. ഷീ ഈസ് എ യങ് വൈഫ് ഹു സ്റ്റേസ് അറ്റ് ഹർ ഫാദർ ഇൻ ലോസ് ഹൗസ് ഫോർ ഹെൽത്ത്. നമുക്കറിയാം ചന്ദ്രനഗറിൽ തന്റെ ഹസ്ബൻഡിന്റെ മദർ ഇൻ ലോന്റെ കൂടെയൊക്കെയാണ് താമസിക്കുന്നത് അല്ലേ. യെസ്. Unlike the traditional women of her time, she is friendly and enjoys talking to others. മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല, ഇവിടെ അവൾക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് അല്ലേ. കാരണം വില്ലേജിൽ കുറെ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ലി ആയി കമ്പനി അടിച്ചു നടക്കുന്ന ഒരാളായിരുന്നു കിരൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് മാറ്റിയ സമയത്ത് തന്റെ ഹെൽത്ത് കണ്ടീഷൻ വീക്ക് ആയിട്ടാണ് മാറ്റിയതെങ്കിൽ പോലും ഷീ ഈസ് ഫീലിംഗ് വെരി മച്ച് ലോൺലി there, right? Yes. She takes pity on Neelkanda. പിന്നെ നമ്മളെ ക്യാരക്ടർ ആണ് നീൽകണ്ഠ. ആരാണ്? The orphan boy who arrives at the house during a storm. ഒരു കപ്പൽ അപകടത്തിൽ വരുന്ന ഒരു ചെക്കനാണ് അല്ലെ നീൽകണ്ഠ. സോ നീൽകണ്ഠനോട് ഭയങ്കര ദയ തോന്നുന്നുണ്ടായിരുന്നു കിരണ്. She gives him shelter. അവന് ഷെൽട്ടർ കൊടുക്കുന്നു, ഫുഡ് ആൻഡ് കെയർ, treating him like a younger brother. സ്വന്തം യങ്ങർ ബ്രദർ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. Her kindness makes Neelkanda feel attached to her. അവളുടെ കൈൻഡ്നെസ് കാരണം നീൽകണ്ഠയും കിരണും വളരെയധികം അറ്റാച്ച്ഡ് ആയി അല്ലേ. ദെൻ ഷി എൻജോയ്സ് നീൽകണ്ഠാസ് കമ്പനി. നീൽകണ്ഠന്റെ കമ്പനി ആര് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു? നമ്മുടെ കിരൺ അല്ലെ. അപ്പൊ അവരെങ്ങനെയൊക്കെയാണ് ആ കമ്പനി എൻജോയ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. കിരൺ ഈസ് ഓൾസോ ജനറസ് ആൻഡ് മദർലി. ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര ഒരു മദർലി ആണ്. ഷി ഗിവ്സ് നീൽകണ്ഠ ഓൾഡ് ക്ലോത്ത്സ് ആൻഡ് സ്മോൾ ഗിഫ്റ്റ്സ് മേക്ക് ഹിം ഫീൽ ഇമ്പോർട്ടൻറ്റ്. അവിടെ ഉണ്ടായിരുന്ന ഓൾഡ് ക്ലോത്ത്സും അതേപോലെ ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നീൽകണ്ഠയ്ക്ക്. ഇത് കാണിക്കുന്നത് നീൽകണ്ഠനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അല്ലെ, നീൽകണ്ഠ തനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ദെൻ ഷീ ഈസ് ഇന്നസെന്റ് unaware of നീൽകണ്ഠാസ് ഇമോഷൻസ്. വളരെ ഇന്നസെന്റ് ആണ് അല്ലെ. നീൽകണ്ഠയ്ക്ക് കുറച്ച് പൊസസീവ്നെസ് തോന്നിയപ്പോൾ പോലും ശരത്ത് വന്ന സമയത്ത് അല്ലെ, ശരത്തല്ല മറ്റേ ആള്, അപ്പം സതീഷ് അല്ലെ, അപ്പം സതീഷ് വന്ന സമയത്ത് പോലും കുറച്ച് പോസസീവ് ആയെങ്കിൽ പോലും ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു വിവരമൊന്നും കിരണില്ല. അത്രയും ഇന്നസെന്റ് ആണ് കിരൺ അല്ലെ. Then she treats him with affection but he starts feeling possessive of her attention. അവളുടെ അറ്റൻഷൻ കിട്ടാതിരുന്നപ്പോൾ നീൽകണ്ഠയ്ക്ക് പൊസസീവ്നെസ് ഒക്കെ തുടങ്ങി അല്ലെ. ഭയങ്കര അഫെക്ഷനോട് കൂടിയായിരുന്നു കിരൺ നീൽകണ്ഠനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. When her husband Sharath suggests sending Neelkanda away, നീൽകണ്ഠനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ശരത്ത് പറഞ്ഞപ്പോൾ she insists on taking him along, showing her caring nature. അവനെയും കൂടെ കൂട്ടാം എന്നായിരുന്നു കിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കാണിക്കുന്നത് അവളുടെ കെയറിംഗ് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ് അല്ലെ. Then when her missing ink stand is found in Neelkandha's box അല്ലെങ്കിൽ ബാഗിൽ കണ്ടെത്തിയ സമയത്ത് she feels guilty. അവൾക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. She does not let her husband punish him. തന്റെ ഹസ്ബൻഡിനെ പണിഷ് ചെയ്യാൻ സമ്മതിച്ചില്ല. ആൻഡ് സീക്രട്ട്ലി പ്ലേസ് സം ക്ലോത്ത്സ് ആൻഡ് ഗിഫ്റ്റ് ഇൻ ഹിസ് ബാഗ്. അവന്റെ ബാഗിൽ കിരൺ എന്ത് ചെയ്യുന്നുണ്ട്? ഗിഫ്റ്റ്സും ക്ലോത്ത്സും ഒക്കെ വെക്കുന്നുണ്ട് അല്ലെ. ദിസ് ഷോസ്, ഇതെന്താ കാണിക്കുന്നത്? ഹർ കൈൻഡ് ഹാർട്ട്, വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്. സെൻസ് ഓഫ് ഫെയർനെസ് ആസ് ഷി ഡസ് നോട്ട് വാണ്ട് ടു ഹേർട്ട് ഹിം ഡിസ്പൈറ്റ് ഹിസ് മിസ്റ്റേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവനെ ഹേർട്ട് ചെയ്യണ്ട. അത്രയും കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വുമൻ ആണ് ആര്? കിരൺ എന്ന് പറയുന്നത്. സോ ഞാൻ വളരെ ഫ്യൂ പോയിന്റ്സിലൂടെയാണ് കിരണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സോ കിരണിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ നിന്നുള്ള എക്സാമ്പിൾസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ പാരഗ്രാഫ് ആയിട്ട് തിരിച്ചിട്ട് വേണം ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് നമ്മളുടെ ക്യാരക്ടർ നീൽകണ്ഠ. ഓക്കെ, സോ ലിസൺ.
Nilkanda from the story Castaway by Rabindranath Tagore is a teenage boy who is a runaway actor from a traveling theatre group. ഒരു നാടക ഗ്രൂപ്പിലുള്ള ഒരു ആക്ടർ ആണ് അല്ലേ. He is orphaned അനാഥനാണ്, homeless and vulnerable, seeking shelter and care. He is rescued by Sharath. Sharath ആണ് അവനെ രക്ഷിച്ചത് and taken into his home. അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും where he receives food, clothing and affection. വീട്ടിൽ നിന്ന് അവന് ഫുഡും ക്ലോത്ത്സും എല്ലാവിധ കെയറും ഒക്കെ അവന് നീൽക്കണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നീൽക്കണ്ട is grateful at first. തുടക്കത്തിലൊക്കെ അവന് ഭയങ്കര നന്ദിയുള്ളവനായിരുന്നു. But later become spoiled and arrogant due to the kindness shown to him. അവന് കുറെ ആൾക്കാരെ സ്നേഹിച്ച് വഷളാക്കിയിട്ട് പിന്നെ അവരാകെ തിരിഞ്ഞു പോവാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെ. ഹി ഡെവലപ്സ് എ ക്ലോസ് ബോണ്ട് വിത്ത് ശരത് സിസ്റ്റർ ഇൻ ലോ കിരൺ. കിരണിനോട് വളരെ ഒരു സ്നേഹം അടുപ്പം കാണിക്കുന്നു. ഹു ട്രീറ്റ്സ് ഹിം കൈൻഡ്ലി ആൻഡ് ഗിവ്സ് ഹിം അറ്റൻഷൻ. കിരൺ അവനെ വളരെ കൈൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, അവന് എല്ലാവിധ അറ്റൻഷൻ കൊടുക്കുകയും ചെയ്തു. He is jealous of സതീഷ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അവന് സതീഷിനോട് ജെലസ് ആയിരുന്നു. പിന്നെ അവന് ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ടത് അതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അവൻ ചെയ്ത അവിടെ കുറെ ബാഡ് പ്രവർത്തികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കിരൺസ് ബ്രദർ when he visits the house as Neelkanda fears losing Kiran's affection. കിരണിന്റെ സ്നേഹം കിട്ടാതായി പോവോ എന്നുള്ള പേടി കൊണ്ടാണ് സതീഷിനോട് ജെലസ് തോന്നുന്നത്. His jealousy and insecurity lead him to steal Sadish inkstand. ഈ jealousy ഒക്കെ കാരണമാണ് ആ inkstand steal ചെയ്യുന്നത്. An act that reveals his growing resentment and inner turmoil. ഉള്ളിലുള്ള ഒരു ദേഷ്യം, ആ ഒരു ഏജിലുള്ള ഒരു ദേഷ്യമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. Though his theft is not proven, he is suspected and his behavior causes discomfort in the household. സംഭവം അവന് കട്ടെടുത്തിട്ടുണ്ട് എന്ന് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവനെ സസ്പെക്ട് ചെയ്യുകയും ആ വീടുകളിൽ പിന്നെ അവിടെയുള്ള ഒരു സമാധാനമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു അല്ലെ. ഡിസ്പൈറ്റ് ഹിസ് ഫ്ലോസ് നീൽക്കണ്ട ഇസ് എ ലോൺലി. കുറെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൻ ലോൺലി ആണ്. മിസ്അണ്ടർസ്റ്റുഡ് ബോയ് ഹു ലോങ്സ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്. സ്നേഹം ഒരുപാട് കിട്ടാൻ ആഗ്രഹമുള്ള ഒറ്റപ്പെട്ട ഒരു ഓർഫൻ ബോയിന്റെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇൻ ദ എൻഡ്, ടുവാർഡ്സ് ദ എൻഡ്, ഹി ലീവ്സ് ദ ഹൗസ് ഫീലിംഗ് അൺവാണ്ടഡ് ആൻഡ് അബാൻഡൻഡ്, highlighting his tragic fate. അപ്പോൾ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവൻ ആ വീട് വിട്ട് ഇറങ്ങുകയും അവൻ ആർക്കും വേണ്ടാത്ത പോലെ ഫീലിംഗ് അൺവാണ്ടഡ്, ഹി സ്റ്റാർട്ടഡ് ടു ഫീൽ ലൈക്ക് ദാറ്റ്. അതേപോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു അവൻ്റേത് അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കിരണും അതേപോലെ തന്നെ നീൽക്കണ്ട. അപ്പം നിങ്ങൾ എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ മറന്നു പോവാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതേപോലെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സും ആയിട്ട് ഞാനും ശ്രീലക്ഷ്മി മിസ്സും ഇന്ന് തന്നെ വൈകുന്നേരം 5 മണിക്ക് മാരത്തോൺ ലൈവിൽ എത്തുന്നതായിരിക്കും. സോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വരാം. വളരെ അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ആൾ. ബൈ.